വെൽക്കം ബാക്ക് മൈ വീഡിയോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അയില പൊള്ളിച്ചതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 അയിലയാണ്. അതിനുള്ള റെസിപ്പിയാണ് ഞാനിവിടെ പറയുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നാരങ്ങയുടെ പകുതി നല്ലോണം പിഴിഞ്ഞെടുക്കുക. നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. വരിഞ്ഞു വെച്ചേക്കുന്ന മീനിനകത്തോട്ട് നമുക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാം. ഞാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം 5-6 കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതിനുശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് 3-4 മിനിറ്റ് മാത്രം ഒരു സൈഡ് വെച്ചാൽ മതി. എന്നിട്ട് രണ്ടാമത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് വേറെ പ്ലേറ്റോട്ട് മാറ്റാം. അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് സവാള, ഞാനിവിടെ ചെറിയ 3 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായി അരിഞ്ഞത്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2ആയിട്ട് കീറിയത് അതും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പച്ചമുളക് ഞാൻ ചെറുതായി അരിഞ്ഞതുണ്ട്, അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 2 തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കൂടെ ഞാൻ അതിനകത്ത് ചേർക്കുന്നു. കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് ഞാനൊരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറുതായിട്ട് ചതച്ചത് ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമുക്ക് പൊടികളായിട്ടും ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു വാഴയില എടുത്ത് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മീനെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. വെച്ചിട്ട് അതിൻ്റെ മേളിലും കൂടെ കുറച്ച് മസാല കൂടെ ആഡ് ചെയ്ത് നമുക്കൊന്ന് കെട്ടി വെക്കാം. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ട് വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നിന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അയില പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിസ്റ്റായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കപ്പയാണ്. എല്ലാവരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അയില പൊള്ളിച്ചത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണേ. അടുത്തിരിക്കുന്ന ബെല്ലൈക്കൻ കൂടെ ഞെക്കി ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനെ കിട്ടും.